ഒരു കാര്യങ്ങളിൽ കൂടി യോഗയുണ്ട്. ഈ ശ്വാസം തടസ്സങ്ങൾ, മറ്റുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നമുക്ക് ഏറ്റവും നല്ലൊരു യോഗയിലുള്ള ഒരു കാര്യമാണ് പ്രാണായാമം. അപ്പോ ഇതില് യോഗ ചെയ്യുന്നവർക്ക് പ്രാണായാമം ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പ്രാണായാമത്തില് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾക്ക് എവിടെ ഇരുന്നും ചെയ്യാം. അത് കസേരയായാലും അല്ലെങ്കിൽ നമുക്ക് തറയിലിരുന്നാലും പ്രാണായാമം ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ മെഡിറ്റേഷനിലേക്ക് പോകുന്നത്. എത്ര വിഷമം പിടിച്ച ഒരു കാര്യങ്ങളും നമ്മള് മെഡിറ്റേഷനിൽ ഇരുന്ന് കുറച്ച് ദിവസം, അതായത് ശരിക്കും പറഞ്ഞാൽ 21 ദിവസം ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു പ്ലെയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോ നമ്മള് ഒരു വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കുക എന്താ, നമുക്കൊരു കാര്യം എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഒരു ലക്ഷ്യം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കുക. നമുക്കത് ചെയ്യാൻ പറ്റും. അത് ചെയ്യണമെങ്കിൽ 10 ആൾക്കാർ നമ്മളെ എന്താണ് സഹായിക്കേണ്ടി വരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ സഹായത്തിനെക്കാട്ടി മുന്നിൽ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആദ്യം അതിനെ മുന്നിട്ടിറങ്ങണം. നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ മറ്റുള്ളവർ നമ്മുടെ കൂടെ ചേരുകയുള്ളൂ. അതായിരിക്കണം നമ്മുടെ ആദ്യത്തെ പാഠം. ഏത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും ആ കാര്യത്തിനെ നമ്മൾ ആദ്യമായിട്ട് അതിനെ മുന്നിട്ട് ഇറങ്ങണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ശരീരം, ഈ നമ്മുടെ ശരീരത്തിന് നമുക്ക് ഒരുപാട് ചികിത്സ അല്ലെങ്കിൽ പിന്നെ ഒരു 50 വയസ്സിന് ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ചികിത്സ ആവശ്യമുണ്ടാവും. ഈ ചികിത്സ നമുക്ക് യോഗത്തിൽ കൂടി, യോഗ ചെയ്യുന്നതിൽ കൂടി ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ പറ്റും. മുഴുവൻ സുഖമാവും എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും തടഞ്ഞു നിർത്താൻ വേണ്ടി നമുക്ക് സാധിക്കും. പിന്നെ ഇപ്പോ മഴക്കാലമാണ്, പനി ഉണ്ടാവും. ഇപ്പൊ എത്ര നല്ല കടുപ്പപ്പെട്ട പനി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു പൊടിക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കൈയുടെ വിരല്, ഈ കൈയുടെ വിരൽ എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ ഈ തള്ളവിരലാണ് നമുക്ക് എല്ലാ വിരലായിട്ടും തൊടാൻ വേണ്ടി സാധിക്കുക. അപ്പോ നീല മഷിയുള്ള ഒരു പെണ്ണെടുത്തിട്ട് നിങ്ങള് എല്ലാ വിരലിന്റെ തെറ്റം മുതൽ താഴേക്ക് വരിക. പനിയുള്ള ആൾക്കാണ്. കുട്ടികൾക്കാണെങ്കിൽ 3 വിരലിൽ മാത്രം വരയ്ക്കുക. വലിയവർക്കാണെങ്കിൽ 10 വിരലിലും വരയ്ക്കുക. എന്തിനായാലും 10 മിനിറ്റ് കൊണ്ട് ആ പനി കുറഞ്ഞതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ നിങ്ങള് എന്താ പറയാ, 2-3 ദിവസം അവർക്ക് എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാല് ആ പനി നിശേഷം മാറുന്നതായിരിക്കും. 10 മിനിറ്റ് എനിക്ക് സമയമുള്ളൂ. അതിനിടയ്ക്ക് ആണ് മുറിയിലേക്ക് പോകുന്നത്. ബസ്സിൽ കയറുന്ന സമയത്ത് എല്ലാവർക്കും ഛർദി വരാൻ സാധ്യതയുണ്ട്. ഛർദിക്കുന്നുണ്ടെങ്കിൽ 2-3 കാര്യങ്ങൾ ഉണ്ട്. അതിൽ ഒരു കാര്യം ഞാൻ പറയാം. ഇതുപോലെ ബോൾ പെൻ എടുക്കുക, കൈയുടെ ഇവിടെ ഒരു വരയുണ്ടാവും. ഈ വരയിൽ നല്ലോണം വരയുക. ഏത് കളറായാലും കുഴപ്പമില്ല. നല്ലോണം വരഞ്ഞിട്ട് ഇവിടുന്ന് വേറെതായിട്ട് ഒരു വര വരയുക. എങ്കിൽ നിങ്ങൾക്ക് ബസ്സിനകത്തുള്ള ഛർദി ഉണ്ടാവുന്നതല്ല. പിന്നെ ഈ എക്കിട്ടിടുന്ന ആൾക്കാരുണ്ടാവും. ഈ എക്കിട്ടിടുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ 2 ചെവിയുടെ താഴെ വേറൊരാള് പിടിച്ച് വലിച്ചാൽ മതി. അപ്പൊ ഇങ്ങോട്ട് അങ്ങോട്ട് പോകും. പിന്നെ പെട്ടെന്ന് ശ്വാസം മുട്ടലുണ്ടാവുന്ന ഒരാൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഈ കൈ അവരുടെ നെഞ്ചിലേക്ക് വെച്ചിട്ട് ഈ വിരല് കൊണ്ട് അവരുടെ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്തിനാലും 2-3 മിനിറ്റ് കൊണ്ട് അത് ശരിയായിട്ട് വരും. പിന്നെ ബാലൻസ് തെറ്റുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ഡോക്ടറൊക്കെ പോയിട്ട് പറയുന്നുണ്ടാവും ബാലൻസ് തെറ്റെന്നൊക്കെ പറയുന്ന ആൾക്കാർ. ബാലൻസ് തെറ്റാൻ മുഖ്യമായ കാരണം നമ്മുടെ ചെവിയുടെ പ്രശ്നമാണ്. ഈ ബാലൻസ് തെറ്റുന്ന ആൾക്കാരെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ചെവി ഇങ്ങനെ 2 ചെവിയും പിടിച്ച് വലിക്കുക. അത് 2-3 ദിവസം ശരിക്കും വലിച്ചു കഴിഞ്ഞാൽ തന്നെ അതിന് നമ്മള് തിരിച്ച് ബാലൻസിന്റെ പ്രശ്നങ്ങള് ഒഴിവായിട്ട് വരും. പിന്നെ വരുന്നത് സ്ട്രോക്ക് ആണ്, അല്ലെങ്കിൽ തലയുറ്റലാണ്.
ഇങ്ങനെ തലയിലോ സ്ട്രോക്കോ ഒന്നും വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അടുത്ത ആൾക്കാർ അവർക്ക് തിരിയില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കൈയുടെ തള്ളവിരലിന്റെ അടിയിൽ ഈ ചെറുവിരൽ വെക്കുക. ഇത് ശരിക്കും പഠിച്ചല്ലായിരുന്നു. എന്നിട്ട് ഈ വിരലുകൾ തമ്മിൽ മുട്ടിക്കുക. ഇതൊന്നും എല്ലാവരും പഠിക്കണം. കാരണം ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിങ്ങനെ രണ്ട് കൈയിലും വെച്ചിട്ട് അവരുടെ ഈ കയ്യിൽ ഒരു കെട്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, ഞാൻ ധൈര്യം തരാം, അവര് മരുന്നില്ല. സ്ട്രോക്കായിട്ട് വീണ ആൾക്കും ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇത് മറന്നുപോയത്. പിന്നെ എവിടെയെങ്കിലും നിങ്ങൾ ഇന്റർവ്യൂനോ അല്ലെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പോവുകയാണെങ്കിൽ ഈ രണ്ട് വിരലുകൾ പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആത്മവിശ്വാസം വർദ്ധിക്കും. നിങ്ങൾക്ക് തെറ്റുകൂടാതെ അവരോട് സംസാരിക്കാൻ പറ്റും. ഇതും നിങ്ങൾ ശീലിക്കുക. കാരണം നിങ്ങൾക്ക് ഒരാളോട് ഏറ്റവും കൂടുതൽ ദേഷ്യം വരികയാണെങ്കിൽ ഈ വിരൽ പിടിച്ചാൽ മതി. ആ ദേഷ്യം തന്നെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ പ്രധാനമായ ഒരു കാര്യം കൂടിയുണ്ട്. ഇത് ചെയ്യുന്നത് നല്ല പ്രാക്ടീസ് വേണം. എങ്കിലും ഞാൻ പറയാം, ഇവിടെ കിഡ്നിയില് ക്രിയാറ്റിൻ കൂടിയ ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ ശ്വാസകോശ രോഗമുള്ള ആൾക്കാരുണ്ടാവും. ഇവർക്കുള്ള ഒരു ടിപ്പ് എന്ന് പറഞ്ഞാല് ഈ നമ്മുടെ ഷുഗർ പേഷ്യൻസിനെ ഒരു 30 വർഷം അവർക്ക് ആയി കഴിഞ്ഞാല് അവരറിയാതെ തന്നെ അല്ലെ അവർ മരുന്ന് കഴിച്ചാൽ തന്നെ കിഡ്നിയിലെ ക്രിയാറ്റിൻ കൂടും. അതുപോലെ പ്രഷർ ഉള്ളവർക്കും കിഡ്നിയിലെ ക്രിയാറ്റിൻ കൂടാൻ ചാൻസ് ഉണ്ട്. അതങ്ങനെ തുറന്നു പോകും. അപ്പൊ നമുക്ക് അത് കുറക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. എല്ലാവരും രാവിലെ എഴുന്നേറ്റ പാട് വെള്ളം കുടിക്കണം. ഈ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാല് ഞാൻ പറയാൻ കാരണം എനിക്ക് 35 വർഷമായി ഷുഗർ, എന്റെ ക്രിയേറ്റിനും പ്രശ്നമാണ് ഇപ്പൊ. അപ്പോ അത് ചെയ്യേണ്ട ഒരു പ്രവൃത്തി എഴുന്നേറ്റ പാട് എല്ലാവരും വെള്ളം കുടിക്കാൻ പറയും. പലവരും പറയും അതിനകത്ത് രാമച്ചൂടണം, അല്ലെങ്കിൽ തലേ ദിവസം ജീരകം, പിന്നെ കറുപ്പ പട്ട, പിന്നെ കറാമ്പൂ, അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങളോട് പറയും. മഞ്ഞൾ എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റിൽ പഠിക്കുന്ന മഞ്ഞളില് കുക്കുവിൻ എന്ന് പറയുന്ന സാധനമില്ല, വെറും പൊടികൾ മാത്രമാണ്. അതിനാൽ മഞ്ഞൾ പൊടിച്ചിട്ടുള്ളിടത്ത് മാത്രം മഞ്ഞൾ ഉപയോഗിക്കുക. അപ്പോ എഴുന്നേറ്റ് ആ സമയം തന്നെ നിങ്ങൾ വെള്ളം കുടിക്കുക. എത്ര വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാല് ആദ്യം 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം 3 ഗ്ലാസ് ആക്കി മാറ്റുക. അങ്ങനെ നിങ്ങൾക്കത്, അതായത് വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു കവൾ ഇരുന്നിട്ടേ കുടിക്കാൻ പാടുള്ളൂ. ഞാൻ അവിടെ ഒരാളോട് പറഞ്ഞിരുന്നു, നിന്നിട്ട് ഒരിക്കലും വെള്ളം കുടിക്കരുത്, ഇരുന്ന് വെള്ളം കുടിക്കുക. അപ്പൊ പിറ്റേ ദിവസം 3 ഗ്ലാസ് ആക്കുക. 4 ഗ്ലാസ് അല്ല, ഒരേ സമയത്ത് കഴിക്കണം. ഒരു ഗ്ലാസ് കുടിച്ചിട്ട് എടുത്തിട്ട് പിന്നെ കഴിക്കരുത്. അങ്ങനെ 1.5 ലിറ്റർ മുതൽ 2 ലിറ്റർ വെള്ളം വരെ ഒറ്റ ഇരുന്നതിന് കുടിക്കണം. ഇത് കുടിച്ചിട്ട് ഈ കുടിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാല് നമുക്ക് പെട്ടെന്ന് ഫിൽട്രൈസേഷൻ ചെയ്തിട്ട് പോകും. അതില്ലാതിരിക്കണമെങ്കിൽ ഈ വെള്ളം കുടിക്കുക, കസേര നേരെ ബെഡിൽ ഇരിക്കുക, കിടക്കുക. 10 മുതൽ 15 മിനിറ്റ് വരെ കിടന്ന് കഴിഞ്ഞാൽ അങ്ങനെ 1 മാസത്തിന് ശേഷം നിങ്ങൾ ക്രിയേറ്റീവ് നോക്കുകയാണെങ്കിൽ കുറഞ്ഞതായിട്ട് കാണാം. ഈ ചികിത്സ വളരെ ഫലപ്രദമാണ്. ഇതിനെ വാട്ടർ തെറാപ്പി എന്ന് പറയുന്നു. അങ്ങനെ കാരണം നമുക്കറിയാം, നായ കടിച്ചാൽ നമ്മൾ വെള്ളം കൊണ്ടാണ് ചെയ്യേണ്ടത്. നമുക്ക് കുളിച്ചിട്ട് നമുക്ക് എന്ത് ഉഷാറിടുന്ന വെള്ളമാണ്. എല്ലാ കാര്യങ്ങളും ജലത്തിന്റെ അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിൽ 86% വെള്ളമായതുകൊണ്ട് ഈ വെള്ളത്തിന്റെ, അതായത് വാട്ടർ തെറാപ്പി ഏറ്റവും നല്ലതാണ്. പിന്നെ വരുന്നത് മാഗ്നറ്റിക് തെറാപ്പിയാണ്. മാഗ്നറ്റ് കൊണ്ടും നമുക്ക് ഒരുപാട് അസുഖങ്ങളെ മാറ്റാൻ പറ്റും. അതായത് എന്താ വെച്ചാൽ നമ്മള് ഈ ഒരു കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് ഒരു മാഗ്നറ്റ് കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് ആ വെള്ളത്തിനകത്ത് മാഗ്നറ്റിക് പവർ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള ഒരുവിധം അസുഖങ്ങളൊക്കെ പോകും. പിന്നെ നമുക്ക് ഗ്യാസ് ഉള്ള ആൾക്കാരുണ്ടാവും. ഈ ഗ്യാസ് ഉള്ള ആൾക്കാർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ
നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, നമ്മുടെ ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങളും നമ്മുടെ ചെവിയിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നടുവേനൊക്കെ വന്നു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാല്, പെണ്ണുങ്ങളാണെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ പുറകിലേക്ക് വെച്ചിട്ടാണ് നമുക്ക് ഒരുപാട് ചികിത്സകൾ ചെയ്യാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല. നമ്മുടെ ഈ ചെവിയുടെ ഈ പൊത്തിയ ഭാഗം ശരിയായിട്ട് നമ്മുടെ സ്പൈനൽ കോഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ഭാഗങ്ങള് ശരിയായി പിടിച്ച് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് വേദന എടുക്കും. ആ വേദന നോക്കുമ്പോൾ നമ്മളൊരു 5 മിനിറ്റ് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നടുവേദന കുറെ കുറഞ്ഞായിട്ട് കാണാം. അങ്ങനെ നിങ്ങൾ 21 ദിവസം പ്രസ് ചെയ്യുമ്പോൾ നടുവേദന നമുക്ക് ഒരു പരിധി വരെ മാറായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ശരീരഭാഗം മുഴുവനാണ് നമ്മുടെ കൈപ്പത്തി. കൈപ്പത്തിയില് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളുണ്ട്. തലവേദന വന്നാല് നമുക്ക് ഈ കൈപ്പത്തിന്റെ മേൽഭാഗം ശരിക്കും പിടിച്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയോ, പ്രസ് ചെയ്ത് കുറയും. അതുപോലെ തന്നെ വയറ്, ഈ ഭാഗമാണ് വയറിനെ പ്രതികരിക്കുന്നത്. വയറിലെ എല്ലാ സംഭവങ്ങളും നമ്മുടെ ഈ കൈയുടെ ഈ പൊന്തലുണ്ട്. ഇവിടെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ തീരും. പിന്നെ ചെവി വേദന, എന്തായാലും നമ്മുടെ എല്ലാ വിരലുകളും നമുക്ക് പിന്നെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തുള്ള പ്രശ്നത്തിലും നിങ്ങൾ വിരൽ നമ്മൾ നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ കൈവേദന വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കൈ തടേണ്ട കാര്യമൊന്നുമില്ല. അത് ശരിക്കും നമ്മൾ ഈ വിരലെടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ വിരലും നമ്മുടെ കൈകളായിട്ട് ബന്ധപ്പെട്ട 2 വിരലുകളാണ്. അതുപോലെ തന്നെ മുട്ടുവേദന വന്ന ഒരാൾക്ക് നിങ്ങൾ ഈ 2 വിരലിനെ കൂടെ ചെയ്യാൻ പറ്റും. പക്ഷെ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നെങ്കിൽ മുട്ടുവേദന വന്നോട്ട് ഒരു കാര്യം ചെയ്താൽ മതി. ഈ നമ്മൾ വറക്കാനെടുക്കുന്ന ക്യാബേജിന്റെ പുറം ഭാഗം എടുത്തിട്ട് ഉള്ളിലെ ഭാഗം എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വെള്ളത്തിൽ കുതിർത്ത് വെക്കുക കുറെ സമയം. അതിനുശേഷം ആ പിന്നെ ഷീറ്റ് അതാ എടുത്തിട്ട് നിങ്ങൾ മുട്ടിൽ കെട്ടി വയ്ക്കും. അപ്പോഴേക്കും നിങ്ങളെ മുട്ടുവേദന കുറെ ശ്രമിച്ചതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ശരീരത്തിലുള്ള ഓരോ വിഷയങ്ങളെയും നമുക്ക് മാഗ്നറ്റായിട്ട് തീർക്കാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ കാര്യമായിട്ട് പറയുന്നത്, നിങ്ങളുടെ പ്രായ ആൾക്കാർക്ക് ഈ എണ്ണയിട്ട് തടുന്ന കാണാം. ഇങ്ങനെ പിടിച്ചിട്ട് കയ്യിലേക്ക് മുഴുവൻ എണ്ണ എടുക്കും. എണ്ണ എടുത്തിട്ട് ഇങ്ങനെ തടി കൊടുക്കും. അത് പകരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല്, എണ്ണ എടുത്തിട്ട് വിരലിന്റെ തെറ്റത്ത് മാത്രമാക്കുക. എന്നിട്ട് വയസ്സുള്ള ഒരാളെ 2 കാലം നിർത്തി വെച്ചിട്ട് ഇങ്ങനെ തടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആശ്വാസമായിരിക്കും. ഭയങ്കര ആശ്വാസം എന്ന് പറഞ്ഞാൽ ചെറിയ ആശ്വാസമായിരിക്കില്ല, ഭയങ്കര ആശ്വാസമായിരിക്കും. വിരലിന്റെ തെറ്റമാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. ഇതേപോലെ തന്നെ 2 കാലിന്റെ അടിയില് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള മുഴുവൻ അവയവങ്ങളുണ്ട്. അപ്പൊ കാലിന്റെ അടിയിൽ നിങ്ങൾ ഒലിവ് ഓയിൽ എടുത്തിട്ട് ഒലിവ് ഓയിൽ കൊണ്ട് നല്ലോണം മസാജ് ചെയ്ത് കൊടുത്താല് നിങ്ങളുടെ അമ്മയുടെയോ അച്ഛന്റെയോ പ്രായമായവർക്ക് എന്ത് തന്നെ ആയാലും വളരെ അധികം അവർക്ക് സുഖം പ്രാപിക്കുന്നതാണ്. അത് നിങ്ങൾ 7 ദിവസം ചെയ്തു കൊടുത്താൽ മതി. എന്തായാലും അവര് തീർച്ചയായും നിങ്ങൾ സമ്മതിക്കും. എടുക്കേണ്ടത് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ മറ്റുള്ള ഓയിലുകളൊക്കെ എടുക്കാം. പക്ഷെ എല്ലാം ചെയ്യുന്നത് നമ്മൾ വിരൽ കൊണ്ടാണ്, വിരലിന്റെ തെറ്റം കൊണ്ടാണ് ചെയ്യേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് കൂടുതൽ അറിയണമെങ്കിൽ പിന്നെ എന്നെ വിളിച്ചാൽ മതി. സമയത്തിന്റെ ഇതുള്ളതുകൊണ്ട് ഞാനോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.